ഞാൻ എത്ര നല്ലതെന്ന് പറഞ്ഞാൽ മുത്തു സമ്മതിച്ചല്ലേ എനിക്ക്. മുത്തു സ്വഭാവത്തിൽ പറ്റിയ അതിനല്ല ഞാൻ പറഞ്ഞത്. അപ്പോ ഇന്നിപ്പോ എത്ര മുത്തൂസേ? 9. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇന്ന് എന്തൊക്കെയാ മുത്തൂസ് എന്തൊക്കെ വെറൈറ്റി എന്തൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നല്ലോ? മസാല ഷവായിക്ക് എത്ര മുത്തൂസ് ഉണ്ടാക്കുന്നത്? അത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അത് മാത്രമേ ഉണ്ടാക്കുള്ളൂ? ഒന്നും സ്പെഷ്യൽ ഒന്നും ഇല്ല. മസാല ഷവായി കൊണ്ട് പറ്റിക്കുള്ള പരിപാടിയാണ്. എന്റെ കുട്ടിണ്ടല്ലോ ഇവിടെ. ഹൈ പറഞ്ഞ ദിവസം ഉണ്ടാക്കിയ വേറെ ഐറ്റാണ് ഇതാ മാംഗോ പുഡിങ്. അക്ക് നോക്കണോ രസം ഉണ്ടാ കണ്ടിട്ട്? മാംഗോ പുഡിങ് ഉണ്ടായിക്കണോ? ഞാൻ എന്തായാലും മാംഗോ മുത്തൂസം ഷെയ്ക്ക് അടിക്കണം എന്നിട്ട് മാംഗോ ഉണ്ടെന്നാണ്. അപ്പൊ മുത്തൂസ് ഉണ്ടാക്കിയ അതുകൊണ്ട് മാംഗോ പുഡിങ് ഉണ്ടാക്കിയ. ഇനി എന്തുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുക? 2 മാങ്ങ വരെ ഉണ്ടോ? 3 ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം ജ്യൂസ് ഉണ്ടാക്കിയതാണ് ഭയങ്കര രസം. കഴിഞ്ഞ ദിവസം ഷമാമ് കൊണ്ടുവന്നു. ഷമാമ് ജ്യൂസ് അടിച്ചിട്ട് കഴിച്ചെന്ന് പറഞ്ഞ കാഞ്ഞിരം കഴിക്കണ പോലെ കഴിക്ക. ഞാനത് തിന്നിട്ട് പിന്നെ വേറെ എന്ത് തിന്നാലും കഴിപ്പ്. ഞാൻ ആദ്യം ഷമാമ അടിച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരണം. എന്ത് എന്താന്നറിയില്ല. ഷമാമ് എന്തുകൊണ്ടങ്ങനെ വന്നിട്ട് എനിക്കറിയില്ല. ഷമാമ് ജ്യൂസ് അടിച്ചിട്ട് നോമ്പായതുകൊണ്ട് നമുക്ക് അറിയില്ല. അല്ലാതെ തന്നെ നമ്മളൊരു കഷ്ണം കഴിച്ചു ജ്യൂസ് അടിക്കാം. ഇതിന്റെ പാലും പോയി, പഞ്ചസാരയും പോയി, ഏലക്കായും പോയി തന്നെ പോലെ അവിടെ കഴിപ്പ് എന്ത് കഴിപ്പെന്നല്ലോ. അത് കുടിച്ച് തൊള്ളികൾ എത്തിയിട്ടുള്ളൂ. പിന്നെ എന്ത് തിന്നാലും അപ്പം തിന്നാലും കറി തിന്നാലും ഒക്കെ തിന്നാലും ഒക്കെ ഒരു കഴിപ്പ്. പിന്നെ കുറ്റം പറയില്ലേ? അങ്ങനെ അവസ്ഥ എനിക്ക്. ഞാൻ ആദ്യം ചാമാവ് ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി. പിന്നെ അതോടെ മുത്തൂസം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മുത്തൂസം എന്തെങ്കിലും ഇട്ടെന്നേലും പറയാം. അപ്പൊ അങ്ങനെ ആകെ അങ്ങോട്ട് ഇതായി. എന്ത് സംഭവിച്ചത് എനിക്ക് കൂടെ അറിയില്ല. ഷമാമ എന്താ അങ്ങനെ ഷമാമിനെ അല്ല തന്നതാവോ? ഉള്ളൊക്കെ ഷമാമിന്റെ പോലെ തന്നെ നല്ല പഴുത്ത ഷമാമ നോക്കി. ഷമാമ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് തവണ ജ്യൂസ് അടിക്കും കുടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരാളിതാ സ്കൂളിൽ തന്നോ മൊബൈൽ കളി തുടങ്ങിയാനെ. മെജിന്റെ ഫോൺ എനിക്കറിയാം. മെജിന്റെ ഫോൺ ഞാൻ റെഡിയാക്കാൻ കൊടുത്തേക്കാണല്ലോ. പൊക്കോടെ സാറായിക്കണോ? ഓ പ്രാവശ്യം മുത്തൂസിന് പൊക്കോടെ സാറല്ലോ. മുത്തൂസ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത്? ക്രിസ്പി ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മുത്തൂസ് പൊക്കോടെ ഉണ്ടായിക്കണോ പ്രാവശ്യം? എനിക്ക് മറ്റേ പബ്ലിക്കും കിട്ടിക്കണോ? ഒന്ന് കാക്കുവിനോടുക്ക്. ഒന്നേ തന്നുള്ളൂന് ഉമ്മച്ചിക്കും താനും ഒക്കെ ഉള്ളൂ. അപ്പൊ ഇപ്പച്ചിക്കോ? ഇപ്പച്ചിക്കില്ലേ? എന്താണ് ആ ഫോൺ മതി. ഉമ്മച്ചിക്ക് വേറെ ഫോണില്ല. ഉമ്മച്ചിന്റെ ഫോണ് ഉമ്മച്ചി കുറച്ച് ദിവസമായി അതിന്റെ ബാക്കിൽ ചെറിയ ഒരു പൊട്ട ഉണ്ടായിരുന്നുള്ളൂ. അത് മുത്തൂസ് ഇരുന്ന് കേടെത്തി. കൊടുത്തിട്ടല്ലേ കളിക്കണത്. ഇവിടെ കേടെത്തിയപ്പോ അന്ന് അവർക്ക് 400 റുപ്യന്റെ ചെലവുണ്ടായിരുന്നുള്ളൂ. മുത്തൂസ് കേടെടുത്ത് ഇപ്പൊ 1400 ചെലവായി. അപ്പൊ ബാറ്ററി മാറ്റണം. അതിന് വാറന്റി ഇല്ലാത്തതിന് 900 പറഞ്ഞത്. മാറ്റാൻ പറഞ്ഞു. വാറന്റി 1400 1400 എന്താ പറഞ്ഞത്. പിന്നെ അതിന്റെ ബാക്ക് പാനലിന് 400 1300 ഡീം. പിന്നെ എന്താ സമാധാനം വെച്ചാലേ പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കണമെങ്കിൽ നല്ലതാണല്ലോ. ഇപ്പൊ 1400 കളയാന്നുള്ളത് അതൊരു സമാധാനം. ഇതാണ് ഇപ്പൊ മസാല ഷവായി. തന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തൊക്കെ ഓരോ ഐറ്റംസ് അല്ലേ. നമ്മൾ പിന്നെ ഈ കോലിങ്ങുമ്മക്ക് ഇറങ്ങണ ഷവായിൽ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ മറ്റേടെ എങ്ങനെയല്ല. മുത്തൂസിന്നെ ഒന്ന് പറ്റിച്ചാൻ നോക്കി. അങ്ങനെ അറിയോ മുത്തൂസ് ഇക്ക ഉണ്ടാക്കിയാൽ മതി. അപ്പൊ എന്തായി നേരെ എന്റെ വേദി കണ്ടിട്ടാല് ഞാൻ ഉണ്ടാക്കും. കൊള്ളായി എന്നെ കുറ്റം പറയാലോ. ആ വൈക്ക് മുത്തൂസ് ഒരെണ്ണം നോക്കിട്ടോ. പക്ഷെ ഞാൻ എന്താക്കി ഞാൻ പറഞ്ഞു എനിക്കറിയില്ലാണ്. അങ്ങനെ മുത്തൂസ് തന്നെ അവസാനം ഉണ്ടാക്കി. നോമ്പിന്റെ 2 ദിവസം മുന്നേ മുതലേ വരച്ചു. നോമ്പിന്റെ 2 ദിവസം മുന്നേ എന്ന് പറയുമ്പോ നോമ്പിന്റെ തലേന്ന് എന്ത് ചെയ്യുന്നു എന്തോ ഒരു ഇതുണ്ടായി നല്ല വരയില്ലേ. അതുകൊണ്ട് അവിടുന്ന് ബിരിയാണി ഇതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഉണ്ടാക്കിയില്ല. അങ്ങനെ മുത്തൂസിന്റെ
മസാല ഷവായി റെഡി ആയിക്കോട്ടെ. ഒന്ന് കാണിച്ചെടുത്ത മുത്തശ്ശേ. കടായി ഉണ്ടാക്കിയ പോലെ ഉണ്ടോ? കടായി ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയ ബാക്കി നമുക്ക് തിന്നുമ്പോ അഭിപ്രായം പറയാം അല്ലേ? എന്നാൽ തിന്നിട്ട് എനിക്ക് കാണിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിവിടെ വൈറ്റപ്പിയുള്ളൂ. പിന്നെ മുത്തൂസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാ പൊറാട്ട മേടിച്ചിട്ടുണ്ട്. ഇത് മുത്തൂസ് പൊക്കവട കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നല്ല മുത്തൂസ് പൊക്കവട ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. പിന്നെ മയോണൈസ്, കട്ടൻ ചായ, എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഇനി ബാങ്ക് കൊടുത്താൽ മാത്രം മതിയല്ലേ? പക്ഷേ ഇതിലെന്ത് വ്യത്യാസം വെച്ചാൽ ഞങ്ങളോട് എല്ലാ സാധനം നേരത്തെ റെഡിയാവും. അസർ ബാങ്കൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇനി മൈൽ ബാങ്ക് ഞാൻ പഴതാൻ വേണ്ടേ? 5 മണിയായോ? അപ്പൊ അസർ ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് സമയമായിരിക്കും. മുത്തൂസ് എന്നിട്ട് അതന്നെ മുത്തൂസിന്റെ കയ്യിലെ കുടിച്ചാൽ മുത്തൂസ് എല്ലാം അടുക്കളയിലെ കൊണ്ടേക്കും. എന്നിട്ട് മുത്തൂസ് എല്ലാ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്ക് പകുതി വേണമെങ്കിൽ 37 ഒഴിച്ചേക്കും. തോന്നില്ലേ? എവിടെ കുട്ടികളെവിടെ? എനിക്കാണെന്നുണ്ടെങ്കിൽ 22 വയസ്സായിട്ടുള്ള മുത്തൂസിനെ ഒന്നും വാങ്ങിക്കൊടുക്കുമല്ലോ. ഞാനാകെ പാപ്പരായിട്ടിരിക്കുക. എന്നിട്ട് മുത്തൂസിന് എന്താ വാങ്ങിക്കൊടുക്കാൻ? മുത്തൂസിന്റെ ബർത്ത്ഡേ എത്ര ഈ മാസം? കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ മറന്നുപോയി. എന്നിട്ട് ഇവിടെ എന്തൊക്കെ ഓരോ പുകിലേന്നോന്നറിയോ? അത് സംഗതി എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ട് മാർച്ചിലാണെന്നുള്ളത്. പക്ഷെ ഡേറ്റ് എനിക്ക് ഞാൻ പണിക്ക് വരാം അങ്ങനെ ആയതുകൊണ്ട് ഡേറ്റ് ജസ്റ്റ് ഒന്ന് മറന്നു. മുത്തൂസാണെങ്കിൽ ഓർമ്മപ്പെടുത്തില്ല. ഓല് പെരക്കാരെല്ലാരും കൂടിയിട്ട് തീരുമാനിച്ചു എന്നോട് പറയണ്ടാന്ന്. സാധാരണ ഉള്ള അനിയത്തി പറയണാണ് ഓളോട് ഭീഷണിപ്പെടുത്തിട്ടായിരുന്നു ഇക്കാരോട് പറയരുത് കേട്ടോ, ഇക്ക ഓർമ്മിച്ച് പറയണ്ടോന്ന്. എനിക്ക് ഓർമ്മ തലേന്നിന്റെ മുന്നത്തെ ദിവസം വരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഓർമ്മ വന്നില്ല. വിഷ് ചെയ്യാൻ ഇതിനൊക്കെ മറന്നുപോയി. ചില്ലറ പുകിലൊന്നുമില്ലേന്ന് ഇവിടെ. എന്നിട്ട് ഞാൻ ഇപ്പം എന്താ കാട്ടിക്കണറിയോ? ഫോണിൽ റിമൈൻഡർ ഓൺ ആക്കിയിട്ടേക്കാണ് ഓളെ ബർത്ത്ഡേന്റെ. മറക്കാതിരിക്കട്ടെ. ഇതിപ്പോ നമ്മളെ ഈ തിരക്കിന്റെ ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ബർത്ത്ഡേ ഇങ്ങനെ ആലോചിച്ച് നടക്കുവോ? ഓർമ്മ ഉണ്ട് എന്നോട് ബർത്ത്ഡേ എന്ന ഡേറ്റ് എന്ന് വെച്ചാലൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷെ ഇതിപ്പോ ആ ദിവസം ഡേറ്റ് ഓർമ്മ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് അന്നത്തെ ദിവസം ഒന്ന് മറന്നുപോയി. മനുഷ്യന്മാരെല്ലാം മറവിയെല്ലാം സംഭവിക്കാം. അതിന് ഇവിടെ ചില്ലറ പുകില ഞാൻ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തൂല. അടുത്ത കൊല്ലം നോക്കട്ടെ, അതിന് പിറ്റത്തെ കൊല്ലം നോക്കട്ടെ. ഞാൻ എന്താക്കിയാലോ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അടുത്ത വർഷത്തേക്കുള്ള റിമൈൻഡർ ഞാൻ ഓണാക്കി ഇട്ടു. അതാകുമ്പോൾ 2 ദിവസം മുന്നേ മറ്റേ മെസ്സേജ് വരും. പിന്നെ അഥവാ അന്ന് മറന്നാലും അന്ന് രാത്രി 12 മണിയാകുമ്പോൾ എനിക്ക് റിമൈൻഡർ വരും ഇന്ന് മൊത്തത്തിന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ അല്ലാണ്ട് എന്താ ചെയ്യാ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? ജാതി പെണ്ണുങ്ങളൊക്കെ ഉണ്ടായാല് എന്തിനാ അത്? അതെന്താ വെച്ചാലേ കുഞ്ചു എല്ലാവരും ബർത്ത്ഡേ ഓർത്ത് വെക്കും. കുഞ്ചു എല്ലാവരും ബർത്ത്ഡേ ഓർത്ത് വെക്കും. ഓളെ സമയമാകുമ്പോൾ വിളിച്ചു പറയും. അല്ലാണ്ട് ഓൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നല്ല. അങ്ങനെ മുത്തൂസിന് 24 വയസ്സായി. എനിക്കിപ്പോ 22. അടുത്ത സെപ്റ്റംബർ 22 ആവുള്ളൂ. 4 കൊല്ലായിട്ട് ഞാൻ 21, 22 മണി കിടന്ന് കളിച്ചാണ്. ഇന്നെ കണ്ട എൻ്റെ വയസ്സ് കുറവല്ല തോന്നണത്. എന്നാ ഓക്കെ. കണ്ട മുത്തൂസിനെ കണ്ട എത്ര വയസ്സ് തള്ളായിക്കണം. നിന്നെ കണ്ടാലോ ചെറുപ്പക്കാരൻ അല്ലേ? ആയിക്കോട്ടെ. നോമ്പുതൊക്കെ റെഡിയാ? ഇവിടെ തീറ്റ തുടങ്ങിക്കണോ? ഓല് രണ്ടാളും ഇവിടെ തീറ്റ തുടങ്ങിക്കണു. ബാങ്ക് കൊടുക്കുന്നു വേണ്ടപ്പോ കൊടുത്തു ബാങ്ക്. എന്താ വേണ്ടി എടുത്തോ. പിന്നെ നോമ്പ് തുറക്കുമ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിചാരിച്ചു. സാധാരണ മുത്തൂസ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ടേസ്റ്റ് നിങ്ങൾ ആരും അറിയില്ല. മാംഗോ ജ്യൂസ് അടിപൊളിയാണ്. ടേസ്റ്റ് ഉള്ളവരും ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ്ടേ?
എന്താ പുഡിങ് തിന്നാനുള്ള സ്പൂണൊന്നും കൊടുത്തില്ല? ആണോ നോക്കാം. അങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ മുത്തൂസിന്റെ മാംഗോ പുഡിങ്. നോക്കാനോ? മാംഗോ പുഡിങ് ആരുണ്ടാക്കാൻ നല്ല രസമുണ്ടാവും. നല്ല രസമുണ്ട്. മുത്തൂസ് പറഞ്ഞു മാംഗോ ജ്യൂസ് ഉണ്ടാക്കി ആരുണ്ടാക്കിയ രസം ഉണ്ടാവുന്ന. അതേപോലെ തന്നെ മാംഗോ പുഡിങ് ആരുണ്ടാക്കിയ രസം ഉണ്ടാവും. പൊക്കോടയാണെന്നല്ല ഏത് കടീന്നാ മേടിച്ച പോലെയുള്ളത്? നല്ല രസമുണ്ട്. നല്ല രസമില്ലേ? ആദ്യം എങ്ങനെയുണ്ട്? പുഡിങ് പൊക്കോടന്നല്ലോ. പൊക്കോട അതിന് താഴ്ച പോകുന്നത് നല്ല രസമുണ്ട്. ഈ മസാല ഷവായി മെയിൻ ആയിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? എനിക്ക് മുക്കണോ? ഞാൻ മുക്കി തന്നെ മുത്തൂസിന്റെ വെറൈറ്റി ഐറ്റം മസാല ഷവായ. മസാല ഷവായി അത് പിന്നെ ആദ്യം പറഞ്ഞു വെക്കണം. തന്നെ ഇത് നോക്കിട്ടാ. എന്തെങ്ങനത്തെ എക്സ്പ്രഷൻ മുത്തൂസിന് കൊടുക്കാതെ എന്താ പറഞ്ഞു? അത് കാണുമ്പോ പോലല്ലോ. സത്യം പറഞ്ഞ രസമില്ല. നോക്കട്ടെ. സത്യം പറഞ്ഞിട്ടാ രസം ഉണ്ടോന്ന് ചോദിച്ചാൽ രസമുണ്ട്. പക്ഷെ ഒറിജിനൽ മസാല ഷവായിന്റെ ആണ്ട് എത്തിയില്ല. എന്തോ ഒരു മറ്റേ ഉണ്ടാക്കിയേക്കണേ ചിക്കൻ കുറച്ച് കരിഞ്ഞു തോന്നല്ലേ? അൽഫാമിന്റെ അല്ല, നമ്മൾ ഇവിടുന്ന് പൊള്ളിച്ചത് പള്ളിച്ചീനി കുറച്ച് വേണ്ട. നമ്മൾ മന്തിക്കടയിൽ പോയിട്ട് പൊള്ളിച്ചത് അതേ ടേസ്റ്റ്. എന്താ ടേസ്റ്റ് ഉണ്ടോ? എന്തായാലും തിന്നാൻ പറ്റുന്നുണ്ട്. രസമുണ്ട്. അതല്ല അതിന്റെ അർത്ഥം. തിന്നാൻ പറ്റുന്ന അർത്ഥം എന്താ? രസമുണ്ട് തന്നെയല്ലേ? രസമുണ്ടോ? അപ്പൊ മൊത്തത്തിന് മസാല ഷവായി അടിപൊളിയാക്കണം. അപ്പൊ നല്ല മുത്തൂസ് സത്യമായിട്ട് ഞാൻ പറയും രസമുണ്ടെന്ന്. പക്ഷെ മസാല ഷവായി കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ഇല്ല. മുത്തൂസിന്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് വരുന്നത്. ഞാൻ എത്ര നല്ലതെന്ന് പറഞ്ഞാൽ മുത്തൂസ് സമ്മതിച്ചില്ല. എനിക്ക് മുത്തൂസ് സ്വഭാവത്തിൽ പറ്റിയാണ്. അതിനല്ല ഞാനും പറഞ്ഞത്. അപ്പോ ഇത്രേ ഉള്ളൂ. നാളെ പുതിയ സ്പെഷ്യലും പുതിയ വീഡിയോസും പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാതെ വരെ.